2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിലെ ലീഡ് എന്ന് പറയുന്നത് 61,660ആണ്. 2020 കേരളം ഒന്നാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗം ആഞ്ഞു വീശുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിനെ ആയിരുന്നു അന്ന് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കേവലമായ ഭൂരിപക്ഷമാണ്. 784 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ബാക്കിയുള്ള 7 പഞ്ചായത്തുകളും യു ഡി എഫിന് സമ്മാനിച്ചത്. 784 വോട്ട്. 2024 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അത് 56,363 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത്. 2024 ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് 65,137 വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിന് കൊടുക്കുന്നുണ്ട്. അതായത് ലോക്സഭയാവട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പാവട്ടെ തുടർച്ചയായി യു ഡി എഫിന് ലീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ 2016 2021 യഥാക്രമം 11,000 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പി വി അൻവറിലൂടെ എൽ ഡി എഫിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൽ ഡി എഫ് ആകെ വിജയിച്ച് കയറിയ 2 തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നമ്മൾ കുഞ്ഞാലിയുടെ കാലമൊക്കെ വിട്ടാൽ, ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ യു സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലം വിട്ടാൽ, പിന്നീട് ഈ മണ്ഡലത്തിൽ ആകെ എൽ ഡി എഫിന് വിജയിപ്പിക്കാൻ സാധിച്ച വോട്ട് ബാങ്ക് പി വി അൻവർ തന്നെ ഇളക്കിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വോട്ട് ബാങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണക്കിൽ പി വി അൻവർ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലാണ് നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു പഠനം വേണ്ടത്.